ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കൂടി ചേരുകയാണ്. ശ്രീ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, സംസ്ഥാനത്ത് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ് ഇത്തരത്തിൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടുന്നത്. അത് ഈ ഡോക്ടർമാരെല്ലാം PG പഠനത്തിന് പോകുമെന്നത് മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ്. പക്ഷേ പകരം ഒരു ക്രമീകരണം ഒരുക്കാൻ പോലും തയ്യാറാകാതെ ഈ രോഗികളെ പെരുവഴിയിലാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു നടപടിയിലേക്കാണ് സർക്കാർ പോകുന്നത്. സ്വാഭാവികമായിട്ടും UDF വന്നതിന് ശേഷം താളം തെറ്റുന്ന ആരോഗ്യ മേഖലയുടെ ഒരു ഭാഗം കൂടിയായി മാറുകയാണ് ഇതും, അല്ലേ? ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. കാസർഗോഡ് ജില്ലയിലെ ഒരു മലയോര മേഖലയാണ് പാണത്തൂർ. ആ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖല കൂടിയാണ്. അവരുടെ ഏക ആശ്രയമാണ് പാണത്തൂരിലെ ഈ സർക്കാർ ആശുപത്രി. അവിടെ ഡോക്ടർമാരില്ലാത്തതിന്റെ പേരിൽ അടച്ചിടുക എന്ന് പറയുന്നത് വളരെ ഗൗരവമായ വിഷയമാണ്. ഈ വിഷയത്തിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ 5-ാം തീയതി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ട് ഈ വിഷയം വളരെ ഗൗരവമായി പറഞ്ഞാണ്. ജില്ലാ ആശുപത്രി ഉൾപ്പെടെ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാരില്ലാത്ത വിഷയം ഗൗരവമായി അവരോട് പറഞ്ഞതാണ്. പരിഹാരം ഉണ്ടാക്കാമെന്നും പറഞ്ഞതാണ്. ഇന്നലെ 26 ഡോക്ടർമാരെ PSC വഴി ജില്ലയിൽ നിയമിച്ചപ്പോൾ അതിൽ ഈ ഇത്ര ഗുരുതരമായ പ്രശ്നമുള്ള പാണത്തൂരേക്ക് ഒരാളെയും നിയമിച്ചില്ല എന്ന വിഷയവും അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഇന്നലെ ഈ വിഷയം വന്നപ്പോൾ DMOനെ ബന്ധപ്പെട്ടു. DMO നിലവിലുള്ളവർക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അവരുടെ കാലാവധി ഇന്നലെ തീർന്നതാണ്. അവരാണെങ്കിൽ 30-ാം തീയതി നടക്കുന്ന PG പ്രവേശന പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. അവരെന്തായാലും എക്സ്റ്റെൻഡ് ചെയ്ത് ജോലി തുടരാൻ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ ജനപ്രതിനിധികൾ ഇതിനൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇനിയും ആവശ്യമായ ഇടപെടൽ നടത്തും എന്നുള്ളതാണ് പറയുന്നത്. ശരി, വളരെ നന്ദി. ശ്രീ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, കാഞ്ഞങ്ങാട് MLA ആണ് പ്രതികരിച്ചത്.